യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുൻപിൽ വെച്ച് ഇറാൻ. ഹോർമൂസ് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു. പാകിസ്ഥാനിലെയും ഒമാനിലെയും സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി റഷ്യയിലെത്തി. ഇറാൻ കരുത്തോടെ അതിജീവിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. എന്നാൽ ഇറാനോട് ആണവ സമ്പുഷ്ടീകരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ 2 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കത്തിലാണ് ഇറാൻ. ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ സന്നദ്ധരാണെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് മതിയെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനു ശേഷം മാത്രം ആണവശേഖരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്ന നിലപാടിലാണ് ഇറാൻ. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ കൈമാറിയത്. ഒമാനുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. തടഞ്ഞുവെച്ച നാവികരുടെ മോചനവും ചർച്ചയായി. ഒമാനെ ഇറാന്റെ ഉറ്റ സുഹൃത്തായി വിശേഷിപ്പിച്ച അരാഗ്ചി യുദ്ധസമയത്ത് ഒമാൻ സ്വീകരിച്ച നിലപാടുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒമാനിലെ ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അബ്ബാസ് അരാഗ്ചി ചർച്ചകൾ നടത്തും. റഷ്യയുമായി ഇറാന് അടുത്ത ബന്ധമാണെന്ന് അരാഗ്ചി വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായെങ്കിലും അമേരിക്കയുടെ തെറ്റായ സമീപനങ്ങളും അമിതമായ ആവശ്യങ്ങളും കാരണം ലക്ഷ്യം കാണാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർ ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പാക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെന്നും അരാഗ്ചി അറിയിച്ചു. അതിനിടെ പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥതയെ ചോദ്യം ചെയ്ത് ഇറാനിയൻ പാർലമെന്റ് അംഗം ഇബ്രാഹിം റസായി രംഗത്തെത്തി. പാകിസ്ഥാൻ ഒരിക്കലും നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും അവർ എപ്പോഴും അമേരിക്കൻ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ ഇറാന്റെ നല്ലൊരു അയൽരാജ്യവും സുഹൃത്തുമാണെങ്കിലും ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ വിശ്വാസ്യത അവർക്കില്ലെന്നും റസായി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.